ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. നമ്മൾ വളരെ ഫ്രീക്വൻ്റായിട്ട് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നൊരു വാക്യമാണ് ഫിലിപ്പിയർ ചാപ്റ്റർ 4 അതിൻ്റെ 4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ജയിലിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കാനായിട്ട്. ആ ദൈവിക സന്തോഷം അത് നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ജയിലിനുള്ളിലല്ല, പക്ഷേ നമ്മളുടേതായ വിചാരങ്ങളും വികാരങ്ങളും നമ്മളുടെ ആവശ്യമില്ലാത്ത ആകുല ചിന്തകൾ അതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ജയിലിനുള്ളിൽ അകപ്പെട്ടു പോയിട്ട് നമ്മൾ സന്തോഷിക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അപ്പോൾ അതിനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. സന്തോഷിപ്പാൻ ഒരു കാര്യമില്ലാതിരുന്ന സമയത്താണ് ഈ സെൻറ്റ് പോൾ ഫിലിപ്പയിലുള്ള സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന്. ആ സഭയ്ക്കും സന്തോഷമില്ലായിരുന്നു, പോളിനും സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇത് എഴുതുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യുന്ന, അഥവാ നമുക്കൊരു ഹോപ്പ് തരുന്ന, ഒരു ലൈഫിൽ നമുക്കൊരു ഇമ്പാക്റ്റ് തരുന്ന രീതിയിൽ നമ്മളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, ദൈവിക സന്തോഷം നമ്മൾ നിറയാനായിട്ടാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞല്ലോ എൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുവാനായിട്ടെന്ന്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ അവനിൽ വസിക്കണമെന്നുള്ളത്. അവനിൽ വസിച്ചിട്ടല്ലാതെ അവൻ്റെ സന്തോഷം നമ്മളിൽ പകരുകയില്ല. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഈ ലോകത്തിൽ ലഹരി മരുന്നിൻ്റെ സന്തോഷം കണ്ടെത്തുന്ന ജനം ലോകത്തിൻ്റെ എല്ലാ ദിക്കിലുമുണ്ട്. എന്നാൽ ആ വ്യക്തിപരമായ സുഖസൗകര്യങ്ങളിലല്ല കർത്താവ് നമ്മളോട് പറയുന്നത്. എല്ലാ സന്തോഷവും കർത്താവിലാകണമെന്ന്. കർത്താവിലായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനും നമ്മൾ വായിക്കുന്നു, സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അല്ലാതെയും വായിക്കുന്നു. എപ്പോഴും സന്തോഷിക്കണമെന്ന്. കർത്താവിലാണ് നമ്മൾ സന്തോഷിക്കുന്നതെങ്കിൽ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കാരണം യേശുവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. യേശു അന്നെന്ത് പറഞ്ഞു അത് തന്നെയാണ് ഇന്നും. യേശുവിന് ഒരു മാറ്റവുമില്ല. ഈ വചനമെല്ലാം മാറിപ്പോയാലും കർത്താവ് പറഞ്ഞ വാക്തത്വങ്ങൾക്കാകട്ടെ വാക്കുകൾക്കാകട്ടെ വചനങ്ങൾക്കാകട്ടെ ഒരു മാറ്റവും ഇല്ലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എപ്പോഴും സന്തോഷിപ്പാനായിട്ട് സാധിക്കുക? അതിന് നാം എന്ത് ചെയ്യണം നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മൾ സന്തോഷിക്കണം, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. അപ്പോൾ അത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയ ഗുണം സൗമ്യത എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സൗമ്യത ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ പെട്ടെന്നുള്ള ഒരു എമോഷണൽ ഫീലിങ്ങിലോ അല്ല അങ്ങനെയുള്ള റെസ്പോൺസിലോ ആകാതെ നമ്മൾ സൗമ്യരായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പ ചെറുപ്പം എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇവിടെ കർത്താവിൻ്റെ വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിന്ന് ലോകത്ത് കാണുന്ന ഓരോ ദിവസത്തെയും ഓരോ ചേഞ്ചസ് കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3 വായിക്കുന്ന മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായിരുന്നുവെന്ന്. അപ്പം മോശയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ മോശ അത്രയും സൗമ്യനായിട്ട് ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കുക, നേരിട്ട് കാണുക, നേരിട്ട് കൂടെ നടന്ന മനുഷ്യനാണ്. എത്രമാത്രം ഭൂതലത്തിലുള്ള സകല മനുഷ്യരെ കഴിഞ്ഞ് സൗമ്യനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിലും സൗമ്യനായിരുന്ന ഒരാളാണ് നമ്മുടെ യേശു ക്രിസ്തു.
അതായത് ലോകത്തിലേക്കും ഏറ്റവും സൗമ്യനായ മനുഷ്യനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഗലാത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവിൻ്റെ 9 ഗുണങ്ങളെക്കുറിച്ച്. എന്നാൽ അതിലൊരു ഗുണം സൗമ്യത എന്നാണ്. അപ്പോൾ സൗമ്യത എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഗുണങ്ങളിൽ താഴ്മ, സ്നേഹം, ദീർഘക്ഷമ, കരുതൽ, ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് സൗമ്യത എന്ന് പറയാൻ സാധിക്കും. കർത്താവ് പറയുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷം 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമെടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പീനെന്ന്. അപ്പോൾ കർത്താവിൻ്റെ സൗമ്യത നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അത്ര പോയിട്ട് അതിൻ്റെ ഒരംശം പോലും നമ്മൾ സൗമ്യതയുള്ളവരല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ശക്തി കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയെന്ന് നമുക്കറിയാം. ഒരു മനുഷ്യനും ഇത്ര ശക്തിയുള്ളവരായിട്ട് ഇല്ലെന്ന് നമുക്കറിയാം. യേശുവിനെ ശകാരിച്ചവരോട് പകരം ശകാരിക്കാതിരുന്നവനാണ് യേശു. അപ്പോൾ ആ സൗമ്യതയുടെ കണക്കാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ സൗമ്യനായിരുന്നു, മിണ്ടാതിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ശക്തി. അത് മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മളത് വായിച്ചിട്ടുണ്ട്, നമ്മളത് അനുഭവത്തിൽ കൊണ്ടുവരണം. നമ്മൾ പ്രതികരിക്കുന്നതിൽ കൂടെ നമുക്കൊന്നും നേടുവാൻ സാധിക്കുന്നില്ല. നമ്മളെ എതിർക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ശക്തി എന്ന് പറയുന്നത് മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ള അത് പൂർണ്ണമായിട്ട് നമ്മുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ച് ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ മറ്റുള്ള ജാതികൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുവാനായിട്ട് കാരണം തന്നെ അവരുടെ സൗമ്യതയായിരുന്നു. അപ്പോൾ അവർക്കൊരു വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം അല്ല വ്യത്യസ്തമായിട്ടുള്ള രീതി, അവരുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നത് കൊണ്ടാണല്ലോ അവരത് വേറെ കണ്ടുകൊണ്ട് അവർ യേശുവിനെ അനുഗമിക്കുന്നവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്വഭാവം അവരിലുണ്ടായിരുന്നുള്ളതാണ് അതിനർത്ഥം. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെപ്പോഴും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസം ബലഹീനമാകുമ്പോഴാണ് നാം പൊട്ടിത്തെറിക്കുന്നവരാകുന്നത്. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് ശക്തിയിലും ദൈവശക്തിയിലും ദൈവബലത്തിലും ദൈവത്തിൻ്റെ ആ ഗ്രേസിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് നിസ്സാര കാര്യങ്ങൾക്കൊന്നും എന്ന് മാത്രമല്ല നമ്മുടെ പ്രതികരണം ഒരിക്കലും പൊട്ടിത്തെറിക്കൽ ആയിരിക്കത്തില്ല. നമ്മുടെ വിശ്വാസം ബലഹീനമാകുമ്പോഴാണ് നമ്മളങ്ങനെ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ 1 പീറ്റർ 3-ാം അധ്യായം 3-4 പറയുന്നത് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. കർത്താവിൻ്റെ സൗമ്യത നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് സൗമ്യതയും സാവധാനതയുള്ള മനസ്സ്. പത്രോസ് പറയുന്നത് സൗമ്യത മാത്രമല്ല സാവധാനതയും ഉള്ള ഒരു മനസ്സ്, പെട്ടെന്ന് പ്രതികരിക്കുകയല്ല മനസ്സ് എന്ന അക്ഷയഭൂഷണമായ നശിച്ചു പോകാത്ത ഒരു അലങ്കാരമായിട്ട് ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം നമ്മളുടെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ. അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാകുന്നെന്ന് പറയുന്നു. ഇത് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ തന്നെ കണക്കിടണം. നമ്മളെ വേറെ ആർക്കും അളക്കുവാൻ സാധിക്കത്തില്ല. നമ്മളെയും നമ്മുടെ ഹൃദയവിചാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാം കൃത്യമായിട്ട് കാണുന്നവനും മനസ്സിലാക്കുന്നവനും ദൈവം ഒരുവൻ മാത്രമാണ്, യേശുവിന്. ഇന്നും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് അവന് ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുമ്പോൾ അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുന്നു എന്നുള്ള ഒരു വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. അതിന് മാറ്റമില്ല. അപ്പോൾ നമ്മളെ തന്നെ സ്വയം സൗമ്യതയുള്ളവരാക്കി മാറ്റി നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി നമ്മൾ കുറച്ചുകൂടെ മനുഷ്യർക്കും ജനത്തിനും ദൈവത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ടു ഓൾ.
wish you all once again a happy day. Please subscribe. Please, if you like